രാഖി ഷിബു. ഞാൻ വർക്കലയാണ്. വർക്കലയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഓൺലൈൻ ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം ഒരു 10 വർഷത്തോളമായി ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരുപാട് കളക്ഷൻസ് എൻ്റെ കയ്യിൽ വരുന്നുണ്ട്. ഞാൻ ടോക്സിൻ്റെ ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ വേറെ 2-3 ബ്രാൻഡിൻ്റെ ഡീലർഷിപ്പ് എനിക്കുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊരു കാര്യം പറയട്ടെ. അതായത് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് അയച്ചു തരുമ്പോൾ നമ്മളെപ്പോഴും ഓപ്പൺ വീഡിയോ എടുക്കണമെന്ന് എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. ആ ഓപ്പൺ വീഡിയോ എടുക്കാൻ പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എനിക്ക് എത്ര പ്രിയപ്പെട്ടവരോ എൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരോ നിങ്ങൾ ഡെയിലി എൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആരും ആയിക്കൊള്ളട്ടെ, ആരായാലും നമുക്ക് ഓപ്പൺ വീഡിയോ മസ്റ്റാണ്. അതായത് ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ഓർഡർ ഒരു ദിവസം 1 2 പോട്ടെ കൂടിപ്പോയ ഒരു 10 ഓർഡർ എനിക്ക് വരുമായിരിക്കാം. പക്ഷേ ഞാൻ കൊടുക്കുന്ന എൻ്റെ വെൻഡേഴ്സിന് അവർക്ക് ചിലപ്പോൾ 50 100 അവർക്ക് ബണ്ടിൽ കണക്കാണ് അവർക്ക് ഓർഡേഴ്സ് വരുന്നത്. അപ്പോൾ അവർ പാക്ക് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വരാം. അത് സ്വാഭാവികമാണ്, നമ്മൾ മനുഷ്യരല്ലേ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ മിസ്റ്റേക്കുകൾ വരാൻ സാധിക്കും, വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്കെന്തെങ്കിലും അതിൽ ഡാമേജോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ ഒരു വീഡിയോ എടുത്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ പ്രശ്നം പരിഹരിച്ച് കിട്ടും. അതായത് ജെന്യുവനായിട്ടുള്ള എന്താ പറയുക, ഡാമേജോ എന്തെങ്കിലും മിസ്സിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് പരിഹരിച്ച് കിട്ടുന്നതാണ്. പക്ഷെ അല്ലാതെ നമ്മൾ അതിപ്പോൾ ഞാനെന്നല്ല, എന്നെപ്പോലെ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഓപ്പൺ വീഡിയോ ഇല്ലയെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനുള്ള ആ ഒരു ആവശ്യം, അതായത് നിങ്ങൾക്കൊരു സാധനം ഡാമേജ് വന്നോ എന്തെങ്കിലും വന്നു നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും എല്ലാവരും എപ്പോഴും എനിക്കറിയാം, എൻ്റെ കൂടെയുള്ള എല്ലാവരും പറയുന്നുണ്ട് ഓപ്പൺ വീഡിയോ എടുക്കണമെന്ന്. പക്ഷേ കസ്റ്റമേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ആ സാധനം കിട്ടുന്ന ആ ഒരു വെപ്രാളത്തിൽ അല്ലെങ്കിൽ ആ ഒരു തിടുക്കത്തിൽ അവർ ഓപ്പൺ വീഡിയോ ഒന്നുമല്ല, സാധനം ഡെലിവറി ബോയ് കൊണ്ട് തരുന്നു, അവർ ഡെലിവറി ബോയ് പോകുന്നതിന് മുമ്പേ അത് വലിച്ച് പറിച്ചെടുത്ത് അത് നോക്കുന്നുണ്ട്. എടുക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുന്നത്, ചിലപ്പം മിസ്സിങ് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും പറയുന്നത്, ഒരു ഓപ്പൺ വീഡിയോ അത് എപ്പോഴും നമുക്കത് ഉണ്ടായിരിക്കണം കേട്ടോ. ഒരു ഓപ്പൺ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു, അതായത് ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നതിന് ഒരു പ്രശ്നങ്ങളും വരത്തില്ല. പിന്നെ കളറിൻ്റെത്, നിങ്ങളുടെ ഫോണിൽ ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു 3-4 ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളൊരു പ്രോഡക്റ്റ് എടുത്തിട്ട് ആ 3 ഫോണിലും കൂടെ ഒന്ന് ഇമേജ് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് കളർ വേരിയേഷൻ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്. അതായത് ഒരു 5 to 10% അപ്പ് ആൻഡ് ഡൗൺ എപ്പോഴും നമുക്ക് വരുന്നതാണ്. പിന്നെ ഞാൻ തിരഞ്ഞെടുക്കുന്ന വെൻഡേഴ്സ്, അത് ഞാനെന്നല്ല, എന്നെപ്പോലെ യാതൊരു കുഴപ്പങ്ങളും വരരുതെന്ന് എന്താ പറയുക വിചാരിച്ച് ചെയ്യുന്ന ഒരുപാട്, എൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ഒരുപാട് സെല്ലേഴ്സിനെ അറിയാം. ഞങ്ങളെല്ലാവരും ഏറ്റവും നല്ല വെൻഡേഴ്സിനെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്താ പറയുക സാധനങ്ങൾ അയക്കുന്നത്. പിന്നെ അതുപോലെ ഞാനെന്ന് പറഞ്ഞാൽ, എനിക്കൊരു പുതിയ വെണ്ടറെ കിട്ടുകയാണെങ്കിൽ ഞാൻ അവരുടെ സാധനം ആദ്യമേ ഞാൻ കയ്യിലെടുക്കും. കയ്യിൽ വാങ്ങി നോക്കിയതിന് ശേഷം മാത്രമേ അത് കസ്റ്റമറിന് കൊടുക്കാറ്. കസ്റ്റമർ ഒരു ഓർഡർ ഇട്ടാൽ പോലും അത് ഞാൻ കയ്യിൽ വാങ്ങിയിട്ടായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ഞാനത് ചെക്ക് ചെയ്യും, അവരുടെ ഡെലിവറി ടൈം കറക്റ്റാണോ, അവർ അയക്കുന്ന സാധനങ്ങൾ കറക്റ്റാണോ എന്നെല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെയായിരിക്കും അയക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ച് തന്നെയാണ് ഓരോന്നും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്കൊരു സപ്പോർട്ട് തരുന്നുണ്ട് അല്ലേ. ഞാനൊരു 10 വർഷത്തിലോട്ട് കടന്നത് തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. പിന്നെ വോയിസ് കുറച്ച് സ്പീഡായിരിക്കുക, കാരണം ആദ്യമായിട്ടാണ് ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനൊരിത് ചെയ്യുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും എല്ലാവരും സഹകരിക്കുക. ഓണം കളക്ഷൻ ഒരുപാട് വന്നിട്ടുണ്ട്, ഒരുപാട് ഓണം കളക്ഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കസ്റ്റമൈസേഷൻ ഇത്തവണ എന്തായാലും ചെയ്യുന്നില്ല, കാരണം ഭയങ്കര സ്ട്രെസ്സ് തരുന്നൊരു പരിപാടിയാണ്. കസ്റ്റമൈസേഷൻ ഈ ഓണത്തിന് ചെയ്യുന്നതേ ഇല്ല. നിങ്ങൾക്ക് കൂടുതൽ കളക്ഷൻസ് കാണണമെങ്കിൽ എൻ്റെ നമ്പർ ഞാനിതിൽ കൊടുത്തേക്കാം. നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി. എങ്ങനെയൊക്കെ കാണാമെന്നും എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളതെല്ലാം ഞാനത് പറയുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഇത്രയും നാളുള്ളത് കണക്കാണ്, ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.